നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ ഹാഫ് ബർത്ത്ഡേ ആഘോഷം എന്ന വ്യത്യസ്തമായ ആഘോഷം നടത്തിക്കൊണ്ട് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ശ്രദ്ധേയമായി. കണ്ണൂർ ആസ്റ്റർ മിംസിനോടൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക്സ്, നിയോനാറ്റോളജി ഫെഡറേഷൻ എന്നിവരും കൂടി ചേർന്നാണ് ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചത്. നവജാത ശിശുക്കളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് 6-ാം മാസം. ഭക്ഷണ രീതിയിൽ ഉൾപ്പെടെ ക്രമാനുഗതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും ആരോഗ്യകാര്യങ്ങളിൽ സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമായ കാലയളവ് എന്ന നിലയിലാണ് 6 മാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ ഹാഫ് ബർത്ത്ഡേ സംഗമത്തിന് വേദിയൊരുക്കിയത്. 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാര ക്രമീകരണം ഏത് രീതിയിൽ നടത്തണം, ശരിയായ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയും ബുദ്ധിവികാസവും വിലയിരുത്താനുള്ള പരിശോധനകളും മാതാപിതാക്കളുടെ സംശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാനുള്ള ചർച്ചാ സദസ്സും കൂടി ഉൾപ്പെടുന്നതായിരുന്നു ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ഡോക്ടർ ജുബിരിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വളരെ വിശദമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലും ഞങ്ങൾ കാണുന്ന ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ് ഈ ഹാഫ് ബർത്ത്ഡേ, അതായത് 6th മന്ത്, 6-ാമത്തെ മാസം ചെയ്യുന്നൊരു സെലിബ്രേഷൻ. എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി, ഒരു മനുഷ്യൻ തന്നെ പറയാം, ഇൻഡിപെൻഡന്റ് ആവുന്നത് ഫസ്റ്റില് ജനിച്ച ഉടനെ നമ്മുടെ പൊക്കിൾ കൊടി മുറിക്കുമ്പോഴാണ്. എന്താ കാരണം? അത്ര വരെ കുട്ടിയുടെ അമ്മയാണ് 100% ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ കുട്ടി ഇരിക്കുന്നത്. അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ പല കോംപ്ലക്സ് ഹാർട്ട് ഡിസീസും ഉണ്ട്. കുട്ടിക്ക് വളരെ സീരിയസ് ആയ ഹാർട്ട് പ്രശ്നം ഉണ്ടാവും. പക്ഷെ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. കുട്ടി കണ്ടാൽ നമുക്കൊന്ന് ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ തോന്നും. കാരണം വെച്ചാല് കുട്ടി സ്വന്തം അവയവങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് പൊക്കിൾക്കൊടി കട്ട് ചെയ്യുന്നത്, ആ നിമിഷം മുതലാണ് കുട്ടി സ്വന്തം അവയവങ്ങൾ ഉപയോഗിക്കാൻ തോന്നുന്നു. കണ്ണൂർ ആസ്റ്റർ മിംസിലെ പീഡിയാട്രിക് നിയാറ്റോളജി മേധാവി ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ വീണകുമാരി, ഡോക്ടർ അമൃത, ഡോക്ടർ ശ്രീകാന്ത് സി നായനാർ, ഡോക്ടർ ഗോകുൽദാസ്, പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ കാർത്തിക, പീഡിയാട്രിക് ഓർത്തോപേഡിക് വിഭാഗം ഡോക്ടർ ഷെഫീഖ് എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. സമഗ്ര ന്യൂസ്, കണ്ണൂർ.